ആറാട്ടുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ ഇപ്പോൾ തത്സമയം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എൻ സജീവൻ, ശരിയാണ്, കേന്ദ്രത്തിന്റെ ABC നിയമത്തിൽ വലിയ പരിമിതികളുണ്ട്. ആ പരിമിതികൾ നിലനിൽക്കുമ്പോഴും ആറാട്ടുപുഴ പഞ്ചായത്തിൽ വലിയ തെരുവ് നായ ശല്യം രൂക്ഷമായിരുന്ന ഒരു ഘട്ടത്തിൽ അതിനെ നിയന്ത്രണം തടയാൻ വേണ്ടിയുള്ള അത് പെരുകുന്ന തടയാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്തുകൾക്ക്, തദ്ദേശ ഭരണ സംവിധാനങ്ങൾക്ക് ചെയ്യാമല്ലോ. അത് കൃത്യമായി അവിടെ നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നോ? അത് കൃത്യമായി നടപ്പാക്കുന്നതിൽ വന്ന പാളിച്ചയാണോ ഇങ്ങനെ ഒരു വയോധികയായ ഒരു അമ്മയ്ക്ക് ജീവൻ നഷ്ടമാകുന്നതിലേക്ക് എത്തിച്ചത്? ഇതിലെ ഒന്ന്, ഈ പദ്ധതി ABC പദ്ധതി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ഈ വന്ധ്യംകരണം. ഈ വന്ധ്യംകരണം വളരെ ചിലവേറിയ, ഒരു പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ കഴിയുന്നതല്ല. കാരണം ഇതിന് വലിയ വിശാലമായ ഭൂമി വേണം. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് മനുഷ്യൻ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടി എന്തെല്ലാം സജ്ജീകരണമുണ്ടോ, ICU ഉൾപ്പെടെ അതെല്ലാം ഇതിന് വേണം. പോസ്റ്റ് ഓപ്പറേഷൻ വാർഡ് വേണം. അത് കഴിഞ്ഞ് 7 ദിവസം ഇതിനെ സംരക്ഷിക്കണം. അതിന് കേജ് വേണം. ഈ കേജിൽ സംരക്ഷിച്ചിട്ട് തിരിച്ച് എവിടെ നിന്ന് പിടിച്ചോ അവിടെ കൊണ്ട് വിടണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിലും അതുപോലെ തന്നെ മറ്റൊരു അതിൻ്റെ വടക്കോട്ട് മാറിയിട്ടുള്ള 2 സ്ഥലത്താണ് ഇത് ഉള്ളത്. 2022-23 ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സ്റ്റെറിലൈസേഷൻ പരിപാടി നടന്നു. അന്നാണ്ടൊരു 110 പട്ടികളെ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയി വന്ധ്യീകരണം നടത്തി തിരിച്ച് പഞ്ചായത്തിൽ കൊണ്ട് വിട്ടതാണ്. അതിനുശേഷം കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് ഈ സ്റ്റെറിലൈസേഷൻ പ്രോഗ്രാം പോലും ഇപ്പോൾ ഒരു തരത്തിൽ നിരോധിച്ചിരിക്കുക. അതിന് അനുവാദം കൊടുക്കുന്നില്ല. അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ ഘട്ടത്തിൽ തന്നെ നമ്മുടെ തെക്കൻ മേഖല കേന്ദ്രീകരിച്ച് ഒരെണ്ണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് മുൻകൈയെടുത്ത് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത്, ഹരിപ്പാട് മുനിസിപ്പാലിറ്റി, കായംകുളം മുനിസിപ്പാലിറ്റി, ഈ 2 ബ്ലോക്കിലുമുള്ള 15 പഞ്ചായത്ത് 3 ലക്ഷം വീതവും ബ്ലോക്കും മുനിസിപ്പാലിറ്റി 7 ലക്ഷം വീതവും ഈ പ്രാവശ്യം എടുത്തിരിക്കുക. 25 സെൻറ്റ് സ്ഥലം മുതുകുളം പഞ്ചായത്തിൽ ആൾറെഡി വാങ്ങിക്കഴിഞ്ഞു. ഇനി ഒരു ഏജൻസിക്ക് കൊടുത്ത് അവരുടെ DPR കിട്ടി, അത് ടെൻഡർ ചെയ്തിട്ട് അതിൻ്റെ ബിൽഡിംഗ് ഉൾപ്പെടെയുള്ള നിർമ്മാണത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചെലവിൻ്റെ ഒരു ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ. ഇത് മാത്രമല്ല, എന്ന് വെച്ചാൽ കൊല്ലാനും പറ്റില്ല, വന്ധ്യം കഴിക്കാനും പറ്റില്ല, നിയന്ത്രണം എന്ന് വെച്ചാൽ പെരുകുന്നത് നിയന്ത്രിക്കാം എന്ന് പറയുന്നു. അതൊട്ട് പ്രായോഗികമല്ല താനും. പൂർണ്ണമായും നിസ്സഹായാവസ്ഥയിലെ ഒരു സ്ഥിതിയിലാണോ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ഉള്ളത്? അല്ലതാനും അതെ, ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. പിന്നെ നമ്മൾ വേറൊരു മാർഗം നോക്കിയത് ഈ വിഷബാധ ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ കുത്തിവെപ്പ്. പിന്നെ ഈ തെരുവ് നായ്ക്കൾക്കടക്കം നമ്മൾ കഴിഞ്ഞ വർഷം നടത്തി. ഏണ്ടൊരു 100-150 പട്ടികൾക്ക് നമ്മൾ മൃഗസംരക്ഷണ ഈ അനിമൽ ഹസ്ബൻഡറി ഡോക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ പ്രതിരോധ കുത്തിവെപ്പ് നടത്തി. പക്ഷേ ആ പ്രതിരോധ കുത്തിവെപ്പിലും ഈ ആളുകൾ പരാതി പറയുന്നതിനോടൊപ്പം തന്നെ ഈ നായ്ക്കളെ വീട്ടിൻ്റെ അകത്ത് കയറുന്നതിനെങ്കിലും ഇറക്കി വിട്ടുകൊടുത്ത് ഇത് ചെയ്യിക്കാനുള്ള ഒരു സഹകരണവും സഹായവും കിട്ടണ്ടേ? അതും കിട്ടുന്നില്ല. അപ്പോൾ ഇത് ഒരു വല്ലാത്തൊരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും ഈ കോടതിയിൽ ഇപ്പോൾ ഇതിനെതിരായിട്ട് കേസുണ്ട്. അതിൽ പ്രസിഡന്റ് അസോസിയേഷൻ കക്ഷി ചേർന്നിരിക്കുകയാണ്. ഈ പട്ടിയെ പിടിക്കാനും പിടിച്ചു കൊല്ലാനുമുള്ള അനുമതി കിട്ടണം. പഴയതുപോലെ 2007 വരെ കിട്ടിയിരുന്നു. ആ കാലത്ത് ഉണ്ടായിരുന്ന പോലുള്ള അനുവാദം കിട്ടണമെന്നും പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിരിക്കുക. ശ്രീ സജീവൻ, ഈ കാർത്തിയാനിയമ്മയെ തെരുവ് നായ കടിച്ചു കൊന്ന ഭാഗത്തൊക്കെ വലിയ തോതിൽ തെരുവ് നായ ശല്യം നേരത്തെ രൂക്ഷമായുള്ള ഒരു ഏരിയയാണോ? ഇതിപ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷം, ശരിയാണ്, നമ്മൾ അതിനെ പിടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, കൊല്ലാൻ പറ്റില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ കടിച്ച നായ്ക്ക് പേ ഉണ്ടോ, ഇനി അത് ആരെങ്കിലും കടിക്കാൻ സാധ്യതയുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണമല്ലോ. ആ നിലയ്ക്ക് ഈ കടിച്ച നായ്ക്കളെ കണ്ടെത്താൻ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ശ്രമങ്ങൾ പഞ്ചായത്ത് ഇതുവരെ നടത്തിയിട്ടുണ്ടോ? നമ്മളെ ഇന്നലെ ആയിരുന്നു സംഭവം. അപ്പോൾ ഇത് ഒരു നമ്മൾ ഇന്ന് ക്രിസ്മസ് ആണല്ലോ.
എന്നിരുന്നിട്ട് നമ്മൾ നമ്മുടെ ഡോക്ടർ വഴി ജില്ലാ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ച് അവർ ആ ബ്ലഡിൻ്റെ സാമ്പിൾ അടക്കം എടുത്തുകൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ രാവിലെ ഈ ബോഡിയുടെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വണ്ടാനത്തായിരുന്നു. അത് കഴിഞ്ഞ് തകഴി കൊണ്ട് വിട്ടിട്ട് ഒരു 3:30 മണിയായപ്പോഴാണ് ഞാൻ വീട്ടിൽ വന്നത്. അപ്പോൾ ഇതിനുള്ളിൽ അവിടെ ആര് വന്നതെന്ന് എനിക്കറിയത്തില്ല. അത് ഇന്നലെ രാത്രി തന്നെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. നന്ദി. പിന്നെ കറണ്ടിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. കറണ്ടിൻ്റെയും നന്ദി ശ്രീ സജീവൻ എന്തായാലും പ്രതികരിച്ചതിന്. 2023 വെച്ചാൽ കഴിഞ്ഞ വർഷമാണ് കണ്ണൂർ മുഴപ്പിലങ്ങാട് 7 വയസ്സുകാരിയായ ഒരു പിഞ്ചു ബാലിയക്ക് ജീവൻ നഷ്ടമായത്. ഇതിപ്പോൾ 2024 അവസാനത്തിൽ വീണ്ടും ആലപ്പുഴ ആറാട്ടുപുഴയിൽ ഒരു വയസ്സായ വയോധികയായ അമ്മയ്ക്കും തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്ന കാഴ്ച. ഇങ്ങനെ നിരന്തരം ജീവനുകൾ നഷ്ടമാകുമ്പോഴും ആളുകൾക്ക് പരിക്കേൽക്കുമ്പോഴും തെരുവ് നായ്ക്കൾ ആക്രമണകാരികളായ ആളുകളെ കടിച്ചു കീറുമ്പോഴും ഇതിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ നടപടിയെടുക്കാനോ പറ്റാത്ത രീതിയിൽ തദ്ദേശ ഭരണ സംവിധാനങ്ങൾ നിസ്സഹായമാകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇക്കാര്യത്തിൽ ഇനിയും അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചില്ല എങ്കിൽ ഇനിയും ജീവനുകൾ നഷ്ടപ്പെടും എന്നത് മാത്രമേ നമുക്ക് ദുഃഖത്തോടെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ.